ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോയിൽ 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് വെച്ച് തന്നെ വേറൊരു മോഡൽ നെക്ലസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഇത് നമുക്ക് നമ്മുടെ കേരള സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ സെറ്റിൻ്റെ ചുരിദാറോ പട്ടുപാവാടയോ ഒക്കെ നമ്മൾ ഇടുമ്പോൾ അതിന് കൂടെ മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്ലസ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ കുറച്ച് വൈറ്റ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്ട്രിങ് ആയിട്ട് തന്നെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് വൈറ്റ് ബീഡ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറിയ ടൈപ്പ് ഗോൾഡൻ ബീഡ്സ് ആണ്. ഇനി നമുക്ക് വേണ്ടത് 2 ഹോൾ കുന്തൻ സ്റ്റോൺസ് ആണ്. അത് നമുക്ക് ഇതുപോലെ ബോക്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഫുള്ളായിട്ട് ആവശ്യം വരില്ല കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ നെക്ലസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ചേടാപ്പെട്ടിയാണ്. ഇതിനെ ചേടാപ്പെട്ടി എന്നാണ് പറയുക. നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ഷോപ്സിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. നമ്മുടെ നെക്ലസിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ആയിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 എണ്ണം വേണം. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ കുന്തൻ സ്റ്റോൺസിനെ മാച്ച് ചെയ്യുന്ന പോലെയുള്ള വൈറ്റ് ബീഡ്സ് ഉള്ള ചേടാപ്പെട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ നെക്ലസ് നമ്മൾ ഗിയർ വയർ യൂസ് ചെയ്തിട്ടല്ല, നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് 2 സൂചി വേണം, അതുപോലെ നൈലോൺ ത്രെഡ് വേണം. 2 സൂചിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നൂല് കോർത്തെടുക്കുക. എന്നിട്ട് 2 ത്രെഡും കൂടി ഒരുമിച്ച് നമുക്ക് നോട്ടിട്ട് കൊടുക്കണം. 2 സൂചിയിലും നമ്മൾ എടുക്കുന്ന ത്രെഡിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ നെക്ലസ് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഞാൻ 3 ഹോളിൻ്റെ ചേടാപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ നൂല് കോർത്ത് കൊടുക്കാൻ നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ 2 സൂചിയിൽ ഒരു സൂചി മാറ്റി പിടിക്കുക. എന്നിട്ട് ഒരു സൂചി മാത്രം ഈ ചേടാപ്പെട്ടിയിലെ ഏതെങ്കിലും ഒരു അറ്റത്തെ ഹോളിൽ കൂടി ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇത് നമുക്ക് മറച്ച് പിടിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ത്രെഡ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് മിഡിലെ ഹോളിൽ കൂടി വീണ്ടും ഉള്ളിലേക്ക് സൂചി വലിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട ഹോളിൽ കൂടി തന്നെ ഉള്ളിൽ നിന്നും സൂചി വീണ്ടും പുറത്തേക്ക് വലിച്ചെടുക്കുക. വീണ്ടും നമ്മൾ സെൻറ്ററിലെ ഹോളിൽ കൂടി തന്നെ സൂചി എടുത്തിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു തവണ കൂടി നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട അതേ ഹോളിൽ കൂടി തന്നെ സൂചി ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലെ ത്രെഡ് ലോക്കായി കഴിഞ്ഞു. ഇനി ഈ ത്രെഡ് നമുക്ക് ടൈറ്റായിട്ട് പിടിച്ചിട്ട് അടുത്ത സൂചി എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലുള്ള ഏറ്റവും അറ്റത്തെ ഹോളിൽ കൂടി സൂചി ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുക. വീണ്ടും മിഡിലെ ഹോളിൽ കൂടി ഉൾസൈഡിലേക്ക് സൂചി വലിച്ചെടുക്കുക. വീണ്ടും അറ്റത്തെ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും മിഡിലെ ഹോളിൽ കൂടി സൂചി വലിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു തവണ കൂടി ഏറ്റവും അറ്റത്തെ ഹോളിൽ നിന്നും സൂചി പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലെ ത്രെഡും ലോക്കായി കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ ആയിരിക്കണം നൂല് കിട്ടേണ്ടത്. അറ്റത്തെ 2 ഹോളിൽ കൂടി ആയിരിക്കണം ത്രെഡ് നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ കെട്ടിൻ്റെ അവിടെ കുറച്ച് വൈറ്റ് ഗ്ലൂ ഇട്ട് കൊടുക്കണം. നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് തന്നെ കെട്ട് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്ലസ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഉള്ള സൂചിയിൽ നമുക്ക് ഒരു ഗോൾഡൻ ബീഡും രണ്ടാമത്തെ സൂചിയിൽ നമുക്കൊരു വൈറ്റ് ബീഡും ഇട്ട് കൊടുക്കണം.
ഇനി നമുക്ക് നമ്മുടെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് 2 സൂചിയും നമ്മുടെ കുന്തൻ സ്റ്റോണിൻ്റെ 2 ഹോളിൽ കൂടിയും പാസ് ചെയ്ത് കൊണ്ടുവരണം. ദാ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ നമുക്ക് ആദ്യം ഫസ്റ്റിലുള്ള സൂചിയിൽ ഒരു ഗോൾഡൻ ബീഡും താഴെയുള്ള സൂചിയിൽ ഒരു വൈറ്റ് ബീഡും അതിനുശേഷം ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് അത് നമ്മുടെ 2 സൂചിയുടെ ഉള്ളിൽ കൂടെയും പാസ് ചെയ്ത് കൊണ്ടുവരാം. ഇതേ ഓർഡറിൽ നമ്മൾ ഫുൾ നെക്ലസ് ചെയ്തെടുക്കണം. ആദ്യത്തെ സൂചിയിൽ ഒരു ഗോൾഡൻ ബീഡും താഴെയുള്ള സൂചിയിൽ ഒരു വൈറ്റ് ബീഡും അതിനുശേഷം ഒരു 2 ഹോൾ കുന്തൻ എടുത്തിട്ട് നമ്മുടെ ഈ 2 സൂചിയുടെ ഉള്ളിൽ കൂടി നമുക്ക് പാസ് ചെയ്തെടുക്കണം. ദാ ഇതുപോലെ. ഇതേ ഓർഡറിൽ തന്നെ വീണ്ടും ഫസ്റ്റ് സൂചിയിലൊരു ഗോൾഡൻ ബീഡും താഴെയുള്ള സൂചിയിലൊരു വൈറ്റ് ബീഡും വീണ്ടും ഒരു കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ 2 ഹോളിൽ കൂടി നമ്മുടെ ഈ 2 സൂചിയും കൂടി എടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കണം. നമ്മുടെ 2 നൂലുകൾ തമ്മിൽ കെട്ടാവാതെ നോക്കണം. പതുക്കെ നമുക്ക് ഇതുപോലെ ഓരോ ബീഡും കോർത്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഫുൾ നെക്ലസ് ചെയ്തെടുക്കണം. ഇതുപോലെ ആയിരിക്കും നമ്മൾ ബീഡ്സ് കോർത്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്ലസ് കാണാനായിട്ട് ഉണ്ടാവുക. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത ചെടാപ്പെട്ടി നമ്മുടെ നെക്ലസ് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് നമ്മൾ നേരത്തെ അതായത് ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു സൂചി എടുത്തിട്ട് ഏതെങ്കിലും ഒരു അറ്റത്തെ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. വീണ്ടും മിഡിലെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കുക. നമ്മുടെ ത്രെഡ് ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ നെക്ലസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി വീണ്ടും നമ്മുടെ ആദ്യം നമ്മളിട്ട അതേ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും മിഡിലെ ഹോളിൽ കൂടി സൂചി എടുക്കണം. ഇനി ലാസ്റ്റ് ഒരു തവണ കൂടി നമ്മുടെ ഏറ്റവും അറ്റത്തെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ സൈഡ് നമ്മുടെ ത്രെഡ് ലോക്കായി കിട്ടും. ഇതുപോലെ അറ്റത്തെ ഹോളിൽ കൂടി നമുക്ക് സൂചി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡിലെ ത്രെഡ് ലോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൂചിയും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ലോക്ക് ചെയ്തെടുക്കണം. വീണ്ടും നമുക്ക് ആ സൈഡിലുള്ള അറ്റത്തെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കണം. ത്രെഡ് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി വീണ്ടും നമുക്ക് മിഡിലെ ഹോളിൽ കൂടി വേണം സൂചി പുറത്തേക്ക് എടുക്കാനായിട്ട്. വീണ്ടും മിഡിലെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കുക. ഇനി വീണ്ടും അറ്റത്തെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുത്തിട്ട് ഒരു തവണ കൂടി മിഡിലെ ഹോളിൽ കൂടി സൂചി പുറത്തേക്ക് എടുക്കണം.
ഇനി ലാസ്റ്റ് ഒരു തവണ കൂടി അറ്റത്തെ ഹോളിൽ കൂടി നമുക്ക് സൂചി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സൈഡും ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ത്രെഡും കെട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നിൽക്കുന്ന എക്സ്ട്രാ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂചി കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ത്രെഡ് നല്ല ടൈറ്റായിട്ട് ഒരു 2-3 കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ കെട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ കെട്ടുമ്മേ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഗ്ലൂ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി എക്സ്ട്രാ ത്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ചെടപ്പെട്ടിട്ട് ഉള്ളിലേക്ക് ആക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നെക്ലസ് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ബാക്ക് റോപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ബാക്ക് റോപ്പാണ്. ഇത് നമ്മുടെ നെക്ലസിൻ്റെ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ്. ഇത് നമ്മുടെ ചെടാപ്പെട്ടിയുടെ 2 ഹോളിൽ ഇതിൻ്റെ ഹുക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഹുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഹോളിലേക്ക് ഇട്ട് ലോക്ക് ചെയ്യുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഹുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഹോളിലിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നെക്ലസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വേറെ കളറിലുള്ള ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേ മോഡൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ നെക്ലസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.